എന്റെ അനുഭവത്തോടെ എനിക്ക് മനസ്സിലായി. ഞാൻ പല പിന്നെ ഇത് എന്താ പറയുക, പല കോഴ്സിന്റെ അടുത്ത് പഠിച്ചിട്ട് എനിക്ക് ഒന്നും സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ TMC ആ, അത് 100% നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത്. അതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത. 100% അതിന് നല്ലതാണെന്ന് നമുക്കൊന്നും പറയാനില്ല. അതായത് നമ്മുടെ ഒരു സൈക്കോളജി പ്രോബ്ലം റെഡി ആയി കഴിഞ്ഞാൽ 100% വിൻ ചെയ്യാൻ പറ്റും. SMC വേറെ ടീം സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന ടെക്നിക്കും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ TMC എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കറക്റ്റാണ്. ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്, SMC പഠിച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് അത് ബേസിക് ആയിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഇതിനകത്ത് വിൻ ചെയ്യാവുന്ന കാര്യം ഒരു സംശയമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പല കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള മെന്റൽ സപ്പോർട്ട് നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അതിൽ 100% മാർക്കാണ് ട്രൂസൻസിനും ടീമിനും ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തതിന്. അപ്പൊ ഞാൻ ഒന്നുമല്ല, ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീക്ക് കൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന പൈസ നമുക്ക് വർത്തായിട്ട് എടുക്കാൻ പറ്റും. അത് 100% ഉറപ്പ്, ഒരു സംശയമില്ല. എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ചേട്ടൻ ഈ കോഴ്സ്? ഞാനിപ്പോ ഏകദേശം ഞാൻ നേരത്തെ ട്രേഡ് എടുക്കുന്നുണ്ട്, പക്ഷേ ഇത് കംപ്ലീറ്റ് ഏകദേശം ഒരു മാസം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒരു കോഴ്സിനും കിട്ടാത്തൊരു സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് സൂം മീറ്റിംഗ് അതാണ് വേറെ ലെവലാണ്. നമ്മൾ ഈ പഠിക്കുന്നതൊന്നുമല്ല, സൂം മീറ്റിംഗിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് നമുക്ക് 100% വിൻ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യം ഒരു സംശയമില്ല. ഹായ് ബ്രോ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. നല്ല രീതിയിൽ പോകണം. ഗുഡ് ഗുഡ്. ഇവിടെ കോഴ്സ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ബിഗിനർ ആയിട്ടാണോ അതോ ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ? ഏകദേശം ഒരു വർഷത്തോളമായി ഫോറക്സിൽ. ഓക്കെ. മുന്നേ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? മുന്നേ മുന്നേ ഒന്ന് രണ്ട് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഏതായിരുന്നു? SMC ആണോ അതോ? SMC SMC ആണല്ലേ? ഓക്കെ ഓക്കെ. ഫുള്ളായിട്ട് ഞാൻ പഠിച്ചില്ല. SMC ഫുള്ളായിട്ട് പഠിച്ചില്ല. അതിനു മുമ്പ് ഒരു ബേസിക് മാത്രം ആയിട്ടുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഓക്കെ. കഴിഞ്ഞിട്ടാണ് SMC. അത് പകുതിക്ക് നിർത്തി, അത് മൊത്തം പഠിച്ചില്ല. അത് എന്ത് പറ്റി? ടൈം എനിക്ക് പറ്റുന്നില്ല. ഞാൻ പുറത്താണ്, ഒമാനിലാണ്. ഒമാനില്ല. അപ്പൊ ആ ഓക്കെ. ടൈമായിട്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ. TMC ഇപ്പോ ലൈവ് മാർക്കറ്റ് വർക്കിംഗ് ആണെന്ന് ചേട്ടന് മനസ്സിലായി തുടങ്ങിയില്ലേ? 100% അല്ല, നല്ലതാണ്ട് നമുക്കൊന്നും പറയാനില്ല. അതായത് നമ്മുടെ ഒരു സൈക്കോളജി പ്രോബ്ലം റെഡി ആയി കഴിഞ്ഞാൽ 100% വിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എന്റെ മൈൻഡ് അങ്ങനെ റെഡി ആയി വരുന്നില്ല. ഞാൻ ആ പറഞ്ഞ തന്ന ട്രിക്ക് നൈസായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്ക്. നമ്മളൊക്കെ രക്ഷപ്പെട്ടത് ഇതിലാണ്, സൈക്കോളജീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ പറഞ്ഞ സാധനം ഞാൻ ആ പറഞ്ഞ ഇടവേളക്ക് അനുസരിച്ചിട്ട് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾ കണ്ടോ? കാരണം പേഴ്സണലി ഞാനടക്കം രക്ഷപ്പെട്ടത് അതിലാണ്, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ. ട്രൈ ചെയ്ത് നോക്ക് കേട്ടാ, നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ ഇതിനൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇതിനിടയില് ചേട്ടൻ പറഞ്ഞ എന്തായിരുന്നു, SMCയില് സെല്ല് വന്ന സമയത്ത് TMC പ്രകാരം തന്നെ ആയിരുന്നല്ലേ ബൈ ചേട്ടൻ പ്രഡിക്റ്റ് ചെയ്തത്? അതന്നെ അത് എന്തായിരുന്നു ഇതിന്റെ 100% നമുക്ക് റിസൾട്ട്? ഉറപ്പാണ്. അത്രയും അത് 100% അത് TP ആണത്. ഈ പറഞ്ഞത് കറക്റ്റ്. ആ ബ്രേക്ക് ഔട്ട് വന്ന് അവിടെ തിരിച്ച് മാർക്കറ്റ് വരും എന്ന് ഫാസിൽ സാറ് സൂമിൽ പറഞ്ഞത് കറക്റ്റ്. അത് അവിടുന്ന് കയറിപ്പോകുന്ന എനിക്കറിയാം. കറക്റ്റ് ആയിട്ട് അത് കയറിപ്പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് SMC ആണോ TMC എന്നുള്ളത്. ചേട്ടൻ എന്താ പറയാനുള്ളത്? SMC വേറെ ടീം സംഭവം എന്ന് വെച്ചാല് ഈ പറയുന്ന ടെക്നിക്കും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ TMC എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കറക്റ്റാണ്. ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്, SMC പഠിച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് അത് ബേസിക് ആയിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഇതിനകത്ത് വിൻ ചെയ്യാവുന്ന കാര്യം ഒരു സംശയമില്ല. വിൻ ചെയ്യാം, 100% വിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമ്മള് അതിന്റെ പഠിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ചേട്ടൻ ഈ കോഴ്സ്? ഞാനിപ്പോ ഏകദേശം ഞാൻ നേരത്തെ ട്രേഡ് എടുക്കുന്നുണ്ട്, പക്ഷേ ഇത് കംപ്ലീറ്റ് ഏകദേശം ഒരു മാസം. ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ട്രൂസൻസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സപ്പോർട്ടൊക്കെ നല്ല. ഫാസിൽ സാറിന്റെയും അബിൽ സാറിന്റെയും ക്ലാസ് ഒക്കെ നല്ല. അവര് പിന്നെ നമ്മള് പറയുന്ന നമ്മളെന്തേലും ഈ ചാർട്ട് ഒക്കെ നമ്മളത് ഫോട്ടോ എടുത്ത് അയക്കണമല്ലോ. അത് അതെ. നമ്മൾ അയക്കാതിരുന്നാൽ പോലും അതിപ്പോ നമ്മൾ 5 എണ്ണം അയച്ചിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പറയും വീഡിയോ അയക്കാൻ പറയും. അയച്ചത് അവർക്ക് കൺഫേം ആയി കഴിഞ്ഞാലേ അടുത്ത വീഡിയോ കാണാൻ പോലും സമ്മതിക്കത്തുള്ളൂ അബിൽ സാർ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ. സപ്പോർട്ടാണ്. നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല സപ്പോർട്ടാണ് ഫാസിൽ സാറാണെങ്കിലും നമ്മുടെ അബിൽ സാറാണെങ്കിലും. ഓക്കെ. എങ്ങനെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ട്? 50,000 രൂപയുടെ കോഴ്സാണ്, അപ്പൊ അതിനൊന്നും വേർത്തില്ല എന്ന് ചില ആൾക്കാർ പുറമേ നിൽക്കുന്നവർ പറയുന്നത്. പക്ഷെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞ ഒരു ആള് എന്ന ലെവലില് ചേട്ടൻ എന്താ പറയാനുള്ളത്? 50,000 ഒന്നുമല്ല. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീക്ക് കൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന പൈസ നമുക്ക് വർത്തായിട്ട് എടുക്കാൻ പറ്റും. അത് 100% ഉറപ്പ്, ഒരു സംശയമില്ല. അതുപോലെ അതാണ് ഈ കോഴ്സിന്റെ ഗുണം. അതെ, തീർച്ചയായും തീർച്ചയായും. പിന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവല്ലോ. പിന്നെ ഇതിലേക്ക് മീൻസ് എനിക്ക് ഫോറക്സ് പഠിക്കണം, അപ്പൊ അവര് നോക്കി കാണുമ്പോൾ ഫോറക്സിന് ഒരുപാട് കോഴ്സുകൾ പല വിലയിലും പല രീതിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ICT എന്നുള്ള പേരില്, TMC എന്നുള്ള പേരിൽ, പിന്നെ പുതിയ പുതിയ ഓരോ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. സോ എന്തുകൊണ്ട് അവര് ട്രൂസൻസിനെ അല്ലെങ്കിൽ TMC അഡ്വാൻസ് കോഴ്സിനെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് ചേട്ടൻ എന്താന്ന് പറയാ? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒരു കോഴ്സിനും കിട്ടാത്തൊരു സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് സൂം മീറ്റിംഗ് അതാണ് വേറെ ലെവലാണ്.
നമ്മൾ ഈ പഠിക്കുന്നതൊന്നും അല്ല, സൂം മീറ്റിംഗിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് നമുക്ക് 100% വിൻ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യം ഒരു സംശയമില്ല. എന്റെ അനുഭവത്തോടെ എനിക്ക് മനസ്സിലായി. ഞാൻ പല പിന്നെ ഇത് എന്താ പറയുന്നത്, പല കോഴ്സും ഞാൻ എടുത്ത് പഠിച്ചിട്ട് എനിക്ക് ഒന്നും സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. പക്ഷെ TMC ആ, അത് 100% നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം. അതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത. അതിനൊന്നും പറയാനില്ല എനിക്ക്. 100 മാർക്കാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു, സക്സസ് താങ്ക് യു. ആണ് അതിന്. നമുക്കിപ്പം 10 ഔട്ട് ഓഫ് എത്ര ചോദിച്ചാല് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? എന്റെ ഞാൻ ഈ ഒരു വർഷം ഈ TMC എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു 1-1.5 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു വിന്നിംഗ് റേഷ്യോ അല്ല, ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ എടുത്ത റിസ്ക്കും ഇതെല്ലാം വെച്ച് എന്റെ മൈൻഡ് വെച്ച് ഞാൻ 10/10 അല്ലാണ്ട് ഒരു പോയിന്റ് ഇതിന് കൊടുക്കുന്നത് 10/10 ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അത് താങ്ക് യു. പിന്നിപ്പോ വരുന്ന പിള്ളേരോട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു മെന്റൽ സപ്പോർട്ട് വേറെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പല കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള മെന്റൽ സപ്പോർട്ട് നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതിൽ 100% മാർക്കാണ് ട്രൂ സെൻസിനും ടീമിനും ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തതിന്. അതാണ് തീർച്ചയായും. എനിക്ക് പിന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ അബീന്റെ ഭാഗത്തുനിന്നാലും ഇപ്പം ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ മെസ്സേജ് അയക്കുന്ന സമയത്ത്, ചിലപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സമയം ഡിലേ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. കൃത്യമായിട്ട് എല്ലാത്തിനും ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലേ? കുറച്ച് ഡിലേ വരുന്നുണ്ടെങ്കിലും അത് പുള്ളിയുടെ പ്രൊഫഷനായിട്ട് എന്തെങ്കിലും ബിസി ആവുന്ന സമയത്ത് വരത്തുള്ളൂ. എന്നാലും നമ്മൾ എന്തെങ്കിലും ഡൗട്ടും കാര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുള്ളി അതിനുള്ള റിപ്ലൈ അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കുറച്ച് ഡിലേ വരുമെന്ന് എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ഫീൽ അതിനെ കൊണ്ട് ചെയ്തില്ല. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞാൻ പറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ ഇമോഷനെ കൺട്രോൾ ചെയ്ത് വെക്കുക, എന്നിട്ട് എനിക്കൊരു കോൾ ചെയ്യുക എങ്ങനെയുണ്ട് ഇതിന്റെ റിസൾട്ട്. നമുക്ക് കറക്റ്റ് 3 വീക്സ് 21 days ചാലഞ്ച് തിങ്കളാഴ്ച മുതൽ നോക്കരുത് തീർച്ചയായിട്ടും ആ ഹൺഡ്രഡ് ഭാഗത്തേക്ക്. പെർസെന്റേജ് ഞാൻ ട്രൈ ചെയ്യും. അത് തന്നെ, അല്ല ഇപ്പൊ വേറെ മാർഗ്ഗമില്ല. ഇപ്പൊ ഇത്രയും വിന്നിംഗ് റേഷ്യോ ഉള്ള ഒരു സ്ട്രാറ്റജി എനിക്ക് കിട്ടിയിട്ട് എനിക്കത് വിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ എന്നെ ഫോൾട്ട് അല്ലേ അത്. വിശ്വസിക്കൂ, എന്റെ പാത പിന്തുടരൂ, സക്സസ് ആവാം. ബ്രോ ഓക്കെ, പറഞ്ഞ കണക്ക് ഞാൻ എന്തായാലും 100% ഞാൻ ട്രൈ ചെയ്ത് തീർച്ചയായും. വിൻ ചെയ്യണം, അല്ലാണ്ട് മാർഗ്ഗമില്ലല്ലോ. വിൻ ചെയ്തേ പറ്റൂ. അതൊക്കെ റെഡിയാക്കിയത് ഇത്രയും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാതൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാം. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.